അന്തർധാരയോ എന്ന ചോദ്യത്തിന് അങ്ങനെ CPM BJP അന്തർധാരയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതേസമയം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ LDF കൺവീനറായ EP ജയരാജൻ പറയേണ്ടതാണോ പറഞ്ഞത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം, പറഞ്ഞ വാചകങ്ങളുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കാരണം LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് അദ്ദേഹം ഒരു മുഖ്യധാര മാധ്യമത്തിന് തന്നെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും രണ്ടാം സ്ഥാനത്ത് 6 മണ്ഡലങ്ങളെങ്കിലും വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നല്ല മത്സരം, അവിടെ BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് അദ്ദേഹം ആ മണ്ഡലങ്ങളടക്കം എടുത്തു പറയുകയാണ്. അപ്പോൾ അതിനെ മുഖ്യമന്ത്രി തള്ളി, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ തള്ളി. അപ്പോഴും അങ്ങനെ ഒരു പ്രതികരണം എന്തിനാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് BJPയും കോൺഗ്രസും തമ്മിൽ ആണ് മത്സരം എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ്. അത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ്. അത് പിന്നീട് അങ്ങനെയല്ല എന്ന് ഫലം വന്നപ്പോൾ വ്യക്തമായതാണ്. അതെ, അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെളിഞ്ഞതാണ്. അന്ന് CPM ആണ് ആ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നത്. ഇപ്പോൾ EP പ്രതികരണം നടത്തുന്നു. അത് മാത്രമല്ല, ഇതിൽ NDA കൺവീനറാണോ LDF കൺവീനറാണോ എന്നുള്ള പരിഹാസമാണ് ഇതിൽ VD സതീശൻ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധം എന്നൊക്കെയുള്ള ആരോപണം വരുന്നത്. ആ വാർത്ത നമ്മളാണല്ലോ അന്ന് ബ്രേക്ക് ചെയ്തിരുന്നത്. അപ്പോൾ റിസോർട്ടുമായി ബന്ധപ്പെട്ട് EPയുടെ ഭാര്യയ്ക്ക് ഷെയറുള്ള റിസോർട്ട് അത് വാങ്ങുന്നത് ചന്ദ്രശേഖറുമായി ശരി, അത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഇല്ല എന്ന് അദ്ദേഹം ഇന്ന് നിഷേധിക്കുന്നു. പക്ഷേ EP പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. അത് കൂടാതെ വേറെയുമുണ്ടല്ലോ. ഇപ്പോൾ CPMലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ആരെയാണ് ഇടനിലക്കാരനായി ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വിഷയം നിൽക്കുന്നു. ആ ഇടനിലക്കാരൻ പല നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ CPMന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി നൽകാൻ സ്വാഭാവികമായി EP തന്നെ ഈ ഇടനിലക്കാരനുമായി ഏതൊക്കെ രൂപത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തെളിവുകൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ EP ഈ കാര്യത്തിൽ ഈ സമയത്ത്, ഇലക്ഷൻ സമയത്ത് ഉത്തരവാദിത്വത്തോടു കൂടിയാണോ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് EPയോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മറുപടി പറയാൻ പോലും പാർട്ടി സെക്രട്ടറിക്ക് താല്പര്യമില്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തള്ളിക്കളഞ്ഞ നിലപാടുകൾ ഇവിടുത്തെ LDF കൺവീനർ എടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. ഈ ദല്ലാൽ നന്ദകുമാറുമായി എന്താണ് EPക്ക് ബന്ധം എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാൻ ദല്ലാൽ നന്ദകുമാർ എന്ന ഇടനിലക്കാരനെ എന്തിനാണ് പാർട്ടിക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം? അങ്ങനെ ഒരു ആവശ്യം ഈ പാർട്ടിക്കുണ്ട്. അത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥയുണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസും പ്രതിരോധത്തിലാകുന്നുണ്ട്. ദീപ്തിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ CPMനാണ് വോട്ട് ചെയ്തത്, ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതെന്ന് തെളിയിക്കുന്ന VVPAT രസീത് തൻ്റെ കയ്യിലുണ്ട് എന്ന് നന്ദകുമാർ പറയുകയാണ്. ദീപ്തിയുടെ രസീത് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. അത് ഇല്ല എന്ന് ദീപ്തി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ തെളിവുകളൊക്കെ നാളെ പുറത്തു വരുമോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വാദപ്രതിവാദങ്ങളിൽ അല്പം മോശമായ സമീപനമാണ് EP എടുത്തിട്ടുള്ളത്. അതിലൊരു വ്യക്തത വരുത്തേണ്ടത് EPയുടെ ഉത്തരവാദിത്തമാണ്. സുജിയ. Meet the editors.